എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൽ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസ് എന്തായിരിക്കണം, സക്സസ്ഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അക്കൗണ്ട് എയിൽ നിന്ന് അക്കൗണ്ട് ബിയിലേക്ക് ഒരു ഫണ്ട് 50 രൂപ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് എയിൽ 50 രൂപ കുറയുകയും വേണം, അക്കൗണ്ട് ബിയുടെ ഫണ്ട് 50 രൂപ കൂടുകയും ചെയ്യണം. അതല്ലാതെ അക്കൗണ്ട് എയിലിന്റെ 50 രൂപ കുറഞ്ഞു, അക്കൗണ്ട് ബിയിലേക്ക് അത് ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ അല്ല, അല്ലെങ്കിൽ അതൊരു അറ്റോമിക് ട്രാൻസാക്ഷൻ ആണെന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് അക്കൗണ്ടിലും അതേപോലത്തെ ആ ട്രാൻസാക്ഷന്റെ എഫക്റ്റ് അവിടെ റിഫ്ലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അതെന്താണ്, അറ്റോമിക് അല്ല. അപ്പൊ അതൊരു ഇൻകറക്റ്റ് ഡേറ്റയിലേക്കാണ് പോണത്. ഒരു സ്ഥലത്ത് 50 രൂപ കുറഞ്ഞു, പക്ഷെ ആ കുറഞ്ഞ സംഭവം നമ്മൾ മറ്റിടത്തിലേക്ക് ട്രാൻസ്ഫറിങ് ആണ് ചെയ്തത്, പക്ഷെ അവിടെ അങ്ങോട്ടേക്ക് അത് ക്രെഡിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ എറർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻസും എന്തായിരിക്കണം, അറ്റോമിക് ആണെന്ന് എൻഷുർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വരാവുന്ന കുറച്ച് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഡിവൈസ് സബ്ജക്ട് ടു ഫെയിലർ, സോ ഇസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് അവിടെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂവോ അല്ലെങ്കിൽ ഫിസിക്കൽ എന്താണ് ഇലക്ട്രിക്കൽ ഡിവൈസ് ഫെയിലേഴ്സോ എന്ത് വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസ് വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി കുറച്ചു നേരം കഴിയുമ്പോൾ എന്താണ്, അതിന്റെ ചേഞ്ചസ് അവിടെ റിഫ്ലക്ട് ചെയ്യും. കുറച്ചു നേരം കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ ഫണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അത് നമ്മുടെ ട്രാൻസാക്ഷൻസ് അറ്റോമിക് ആവാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ DBMS സോഫ്റ്റ്വെയറിന്റെ പ്രോപ്പർട്ടിയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഡാറ്റാബേസ് ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ അക്കൗണ്ട് എയിൽ നിന്ന് 50 രൂപ കുറഞ്ഞ സംഭവം എന്ത് ചെയ്യണം, അക്കൗണ്ട് ബിയിൽ 50 രൂപ കൂട്ടിയാലാണ് അത് ഒരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിൽ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ അറ്റോമിസിറ്റി എൻഷുർ ചെയ്യാനുള്ള കുറെ മെക്കാനിസംസ് നമുക്ക് DBMS ഉണ്ട്. അതെല്ലാം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലും ഡാറ്റാബേസ് സിസ്റ്റത്തിലും നമ്മൾ എൻഷുർ ചെയ്യണം. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി ഇതിനകത്ത് പറയുന്നതാണ് കൺകറന്റ് ആക്സസ് പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട്. കൺകറന്റ് ആക്സസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് സെയിം ഡേറ്റ, അതായത് ഡേറ്റ സൈമൾട്ടേനിയസ്ലി അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിനകത്ത് വരുന്ന പ്രോബ്ലംസ് ആണ് കൺകറന്റ് ആക്സസ് പ്രോബ്ലം. അല്ലെങ്കിൽ കൺകറന്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സെയിം ടൈമില് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിനെയാണ് കൺകറന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, കൺകറന്റ് ആക്സസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസോ സോഫ്റ്റ്വെയറോ നമ്മുടെ DBMSൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ എപ്പോഴും എന്താണ്, ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒരു ബാങ്ക് അക്കൗണ്ടിനെ പറ്റി ബേസ് ചെയ്തിട്ടാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഫോർ സപ്പോസ് അതൊരു ജോയിന്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കസ്റ്റമേഴ്സിനും എന്താണ്, അക്കൗണ്ടിൽ നിന്ന് കാശ് വിത്ഡ്രോ ചെയ്യാം. ആ ഒരു അക്കൗണ്ട് രണ്ട് കസ്റ്റമേഴ്സിന് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്തുള്ള ബാലൻസ് 500 രൂപയായിരുന്നു. അപ്പൊ രണ്ട് കസ്റ്റമേഴ്സും ഒരാൾക്ക് 100 രൂപ എടുക്കണം, മറ്റേയാൾക്ക് 50 രൂപയാണ് എടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ 100 രൂപ എടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്താണ്, 400 രൂപയായിട്ട് കുറഞ്ഞു. സെക്കൻഡ് പേഴ്സൺ അത് 50 രൂപ എടുക്കുമ്പോൾ അത് 350 ആവും. പക്ഷേ അത് പ്രോപ്പർലി ഒരു കൺട്രോൾഡ് മാനറിൽ അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ 100 രൂപ എടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ സമയത്ത്, ആ ട്രാൻസാക്ഷന്റെ സമയത്ത് മറ്റേ കസ്റ്റമറിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടാമത്തെ കസ്റ്റമർ എടുക്കുമ്പോഴും 500 ആയിരിക്കും അവിടെ റീഡ് ചെയ്യുന്നത്. അയാൾ 50 രൂപ വിത്ഡ്രോ ചെയ്യും, 450 ആവും. മറ്റേ ആൾ 100 വിത്ഡ്രോ ചെയ്യും, 400 ആവും. അപ്പൊ എന്താണ്, അവിടെ ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലേക്ക് അത് പോവും. അപ്പൊ ഇതുപോലുള്ള കൺകറന്റ് എക്സിക്യൂഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് ഒരു ഡാറ്റാബേസ് ഐറ്റം നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാനുള്ള കൺകറന്റ് പ്രോട്ടോകോൾസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ, അതായത് ആ ഒരു ഡാറ്റാബേസ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഡാറ്റ മീൻസ് അതിനകത്തുനിന്ന് കിട്ടുന്ന ഡാറ്റ എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റില് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടില്ല. അതാണ് കൺകറന്റ് ആക്സസ് പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരാവുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്തിനാണ്, ഒരു ഡാറ്റാബേസ് സിസ്റ്റം മൾട്ടിപ്പിൾ യൂസേഴ്സിന് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ വരാവുന്ന ബേസിക് പ്രോബ്ലംസ് ആണ് പറയുന്നത്. അപ്പൊ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രോബ്ലംസ്. സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, നമ്മൾ ഡിസൈൻ ചെയ്ത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ്
പല യൂസേഴ്സിന് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ എല്ലാ യൂസേഴ്സിനും എല്ലാ ഡേറ്റയും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് ഇങ്ങനെ എന്താണ്, ഓരോ യൂസറിനും ഓരോരോ സെറ്റ് ഓഫ് ഡേറ്റാസ് ആണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എല്ലാവരും എല്ലാ ഡേറ്റേഴ്സും ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണേലും എന്താണ് സെക്യൂരിറ്റി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം യൂസർ ഗ്രൂപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഓതറൈസേഷൻ കൊടുക്കാം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെക്ഷനിലൊക്കെ നോക്കാനുള്ളതാണ്. ഓരോ യൂസേഴ്സിനും അവർക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം ആക്സസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഡേറ്റ സെക്യൂർ ആണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒരു പേറോൾ പേഴ്സണൽ നീഡ്സ് ടു ആക്സസ് ഓൺലി ദാറ്റ് പാർട്ട് ഓഫ് ഡേറ്റ വിച്ച് ഹാസ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് എംപ്ലോയീസ് ആൻഡ് ആർ നോട്ട് നീഡഡ് ടു ആക്സസ് ഇൻഫർമേഷൻ അബൌട്ട് കസ്റ്റമർ അക്കൗണ്ട്സ്. അപ്പൊ ഇതിനകത്ത് പേറോൾ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബാങ്കിങ് ഡേറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിങ് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. സാധാരണ കസ്റ്റമേഴ്സ് ഉണ്ട്, ആ ബാങ്കിലെ എംപ്ലോയീസ് ഉണ്ട്, ആ ബാങ്കിലെ മാനേജർ ഉണ്ട്, പിന്നെന്താണ് അക്കൗണ്ട് കസ്റ്റമേഴ്സും ഉണ്ട്, പിന്നെ നമ്മൾ എന്താണ് അതിനകത്ത് കുറെ സ്റ്റാഫ് ഒക്കെ ഉണ്ട്. ഓരോ സ്റ്റാഫുകളാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് പേറോൾ പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളാണ് പേറോൾ പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരാൾക്ക് എന്താണ് ബാങ്കിന്റെ കസ്റ്റമറിന്റെ എന്താ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് മാത്രം കിട്ടിയാൽ മതി. ഓരോ എംപ്ലോയീസിന് സാലറി അറേഞ്ച് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന ജോലിയാണ് ആ പേറോൾ പേഴ്സണൽ എങ്കിൽ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് മാത്രം ആ ഒരു പേഴ്സണലിന് കിട്ടിയാൽ മതി. അല്ലാതെ ബാങ്കിലുള്ള ബാക്കിയുള്ള എല്ലാ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാഫിന് കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഈ പേറോൾ പേഴ്സണിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫോർ എൻഷുറിങ് സെക്യൂരിറ്റി. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഓരോരോ യൂസറിനും ഓരോരോ വ്യൂസ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. സെക്യൂരിറ്റി പ്രോബ്ലംസ് വരും, അപ്പൊ അതിനെ പ്രോപ്പർലി നമ്മൾ മാനേജ് ചെയ്യണം. അതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സംഭവം നമ്മൾ എന്താണ്, ഒരു ഡേറ്റാബേസ് സിസ്റ്റം എടുത്താൽ അതിനകത്തുള്ള മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ അതിനകത്ത് വരാവുന്ന ഡിഫറെന്റ് പ്രോബ്ലംസ് അതായത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഇഷ്യൂസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഷെയറിംഗ് ഓഫ് ഡേറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. അപ്പോൾ ഒരു DBMS എടുത്താൽ നമുക്ക് അതിനകത്ത് ഡേറ്റ ഷെയറിംഗ് ഉണ്ട്, മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ അതിനകത്ത് അത് പ്രോപ്പർലി നല്ലൊരു DBMS സോഫ്റ്റ്വെയറിൽ എന്തായിരിക്കണം, കൺകറൻസി കൺട്രോൾ സോഫ്റ്റ്വെയർ നമ്മൾ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റാബേസിന്റെ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് എല്ലാം ഐസൊലേഷനും ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റോമിസിറ്റിയും ഉള്ളതായിരിക്കണം. അതാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാല് കൺകറന്റ് ആക്സസ് പ്രോബ്ലംസ് വരാം. അപ്പൊ അത് പ്രോപ്പർലി നമ്മൾ മാനേജ് ചെയ്യുക. ലാസ്റ്റ് വൺ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒരു ഡേറ്റാബേസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് DBMS. അപ്പൊ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത് ബേസിക് കോൺസെപ്റ്റ് എന്നുള്ള ഇതിനകത്തേക്കാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. അപ്പൊ ഇതിനകത്ത് ഓരോന്നും ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൺട്രോളിംഗ് റിഡൻഡൻസി, റെസ്ട്രിക്റ്റിംഗ് അൺഓതറൈസ്ഡ് ആക്സസ്, പ്രൊവൈഡിംഗ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ഫോർ എഫിഷ്യന്റ് query processing, providing backup and recovery, providing multiple user interfaces, representing complex relationship among data, enforcing integrity constraints, permitting inferencing and action using റൂൾസ്. അപ്പൊ ഇതിനകത്ത് കുറെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇതിനകത്തുള്ള എല്ലാം തന്നെ നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് DBMS. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്തൊക്കെ വരും? കോസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡേറ്റ കൺവേർഷൻ, കോസ്റ്റ് ഓഫ് സ്റ്റാഫ് ട്രെയിനിങ്, അപ്പോയിന്റിംഗ് ടെക്നിക്കൽ സ്റ്റാഫ്, ഡാറ്റാബേസ് ഡാമേജ്. ഇത്രയും ആണ് എന്താണ് DBMSന്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഡേറ്റാബേസ് യൂസേഴ്സ് അല്ലെങ്കിൽ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറീസ് ആണ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഡേറ്റാബേസിന്റെ കാറ്റഗറീസ് ഓഫ് യൂസേഴ്സ്, അല്ലെങ്കിൽ അത് ആരൊക്കെയാണ് യൂസ് ചെയ്യണത് എന്നുള്ളതിന്റെ ഒരു കാറ്റഗറൈസേഷൻ ആണ്. അപ്പൊ ജസ്റ്റ് അതൊരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ്. നമുക്കിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഒരു ഫിഗറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത്
ഡാറ്റാബേസ് യൂസേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡാറ്റാബേസ് നമ്മൾ ഡിസൈൻ ചെയ്ത് അതിനകത്തേക്ക് ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് ഡാറ്റാബേസ് യൂസേഴ്സ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മുതൽ ഡാറ്റാബേസിൽ നമ്മൾ പോപ്പുലേറ്റ് ചെയ്യണം. ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അതുമായിട്ട് കണക്ഷൻ ഉള്ള രണ്ട് പാർട്ടീസ് ആണ് ഈ പറയുന്നത്, ഡാറ്റാബേസ് യൂസേഴ്സും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സും. അപ്പം ഈ രണ്ട് യൂസേഴ്സും ഈ രണ്ട് കാറ്റഗറി എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ഡാറ്റ അവിടെ നിന്ന് റിട്രീവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഡാറ്റ അങ്ങോട്ടേക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരാണ് ഈ രണ്ട് കാറ്റഗറീസിലും വന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഡാറ്റാബേസ് യൂസേഴ്സ് ആൻഡ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് ടേംസ്. ഫസ്റ്റ് വൺ ഇസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സ്, ഡാറ്റാബേസ് യൂസേഴ്സിന്റെ കാറ്റഗറീസ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ നേവ് യൂസേഴ്സ്, NAIVE, നേവ് യൂസേഴ്സ്. സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആൻഡ് തേർഡ് വൺ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. 3 ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? നേവ് യൂസേഴ്സ്. നേവ് യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഡാറ്റാബേസ്, ഈ സെറ്റ് ഓഫ് യൂസേഴ്സ്, അതായത് നേവി യൂസേഴ്സിൽ വരുന്ന യൂസറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് നമ്മുടെ ഡാറ്റാബേസിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസോ നോളജോ ഒന്നുമില്ല. അവർ സാധാ യൂസേഴ്സ്, നമ്മളെ പോലത്തെ ഒരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന നോർമൽ യൂസേഴ്സ്. അവരെന്ത് ചെയ്യും? ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂസർ ഇന്റർഫേസസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ യൂസർ ഇന്റർഫേസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ഡാറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. അവരെ നമുക്ക് അൺസോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്നും പറയാൻ പറ്റും. അതായത് അവർക്ക് പ്രിയോർ നോളജോ അഡീഷണൽ ഇൻഫർമേഷൻസോ ഒന്നും ഡാറ്റാബേസിനെ കുറിച്ച് അറിയില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ്, റിപ്പോർട്ടൊക്കെ ഇവർക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ലിമിറ്റഡ് എന്താണ് കേപ്പബിലിറ്റീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നേവി യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ നോർമൽ യൂസേഴ്സ്. ഇപ്പൊ നമ്മളൊരു ആമസോൺ യൂസ് ചെയ്യാം. ആമസോണിൽ നമ്മൾ എന്താണ്, വെറുതെ ജസ്റ്റ് നമുക്ക് ആമസോണിന്റെ ഡാറ്റാബേസിൽ എന്ത് ഡാറ്റാസ് ആണ്, എന്തൊക്കെ ഡാറ്റാസ്, വീഡിയോസ്, ഓഡിയോസ് ഒക്കെ ഉണ്ട്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ മാപ്പിംഗ് എന്താണ്, അതിന്റെ കൺസ്ട്രെയിൻസ് എന്താണ്, അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? ആമസോണിന്റെ സൈറ്റിൽ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനം എന്തെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നു, അതിനെ കാർട്ടിലേക്ക് ഇടുന്നു. അങ്ങനെ കുറച്ച് ഇന്റർഫേസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ബിഗ് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നു. അങ്ങനെ ആ ടൈപ്പ് ഓഫ് അൺസോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിനാണ് നമ്മൾ നേവി യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിന് ഡാറ്റാബേസിനെ കുറിച്ച് കുറച്ച് ഐഡിയ ഉണ്ട്. കാരണം അവരാണ് യൂസറിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് ഡാറ്റാബേസിന്റെ ആ ഒരു സ്കെലട്ടൺ, അതിന്റെ ഒരു സ്ട്രക്ചറൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് അതിനനുസരിച്ച് ഒരു ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പോ വെബ് ആപ്പോ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവര് നമ്മുടെ ഈ പറഞ്ഞ യൂസേഴ്സ് നമ്മുടെ ഡാറ്റാ ബേസിനെ ആക്സസ് ചെയ്യുന്നു. അതിനകത്ത് അവരെന്താണ്, എന്തെങ്കിലും കൊറി ലാംഗ്വേജ്, കുറച്ചും കൂടി നോളജ് ഉള്ള ആൾക്കാരാണ്. അവർ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ കൊറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡാറ്റാ ബേസിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഡാറ്റ അനലിസ്റ്റ് എന്നൊക്കെ അവരെ പറയും. അതിനാൽ ഡാറ്റാബേസിലുള്ള ഡാറ്റ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡാറ്റ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് മെത്തഡോളജി യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊറി യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഹൈ ലെവൽ ടെക്നിക്കൽ ലെവലിൽ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് യൂസേഴ്സ്, അതായത് ഡാറ്റാബേസ് യൂസേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ നേവി യൂസേഴ്സ്, അത് സാധാ നോർമൽ യൂസേഴ്സ്. അൺസോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആണ്. അവർക്ക് പ്രയർ നോളജോ ഇൻഫർമേഷൻസോ ഡാറ്റാബേസിനെ കുറിച്ചുള്ളതൊന്നും അറിഞ്ഞുകൂടാ. അവർ എന്തെങ്കിലും ഒരു ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നു. അത്രയാണ് അവരുടെ പരിപാടി ഉള്ളത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം, അത് വെച്ചിട്ട് വേണം നോർമൽ യൂസേഴ്സിന് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഓരോ ഡാറ്റാബേസിൽ ഏതൊക്കെ ഡാറ്റാസ് ഉണ്ട്, അതായത് വേറെ ഏതെങ്കിലും ടേബിൾസ് ഒക്കെ ആയിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടോ, അതെല്ലാം ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിന് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അവരതനുസരിച്ച് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, നോർമൽ യൂസേഴ്സ് അതിനെ യൂസ് ചെയ്യുന്നു.
തേർഡ് കാറ്റഗറി എന്ന് പറയുന്നതാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. അപ്പോൾ അവർ കുറച്ചും കൂടെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ എന്തെങ്കിലും ഒരു ക്വറി ലാംഗ്വേജ് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ക്വറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡാറ്റാബേസിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി, നമ്മുടെ ഡാറ്റാബേസിന്റെ നെക്സ്റ്റ് കാറ്റഗറി ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം, സെൻട്രൽ കൺട്രോൾ ഓവർ ദ സിസ്റ്റം. ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ കൺട്രോൾ അല്ലെങ്കിൽ ഫുൾ ഓണർ ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അപ്പം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ആ ഡാറ്റാബേസിന്റെ ഫുൾ കാര്യങ്ങളും സ്ട്രക്ചറും ഡിഫൈൻ ചെയ്യണത്, അതിനകത്തേക്ക് ഡാറ്റ പോപ്പുലേറ്റ് ചെയ്യുന്നത്, അതെല്ലാം മാനേജ് ചെയ്യുന്ന പേഴ്സണലാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഏതൊരു ഡാറ്റാബേസ് എടുത്താലും അതിനകത്തൊരു DBA ഉണ്ടാവും, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അയാളാണ് ഡാറ്റാബേസിന് എപ്പോഴും എന്തെങ്കിലും സ്ട്രക്ചറൽ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ പുതിയൊരു കൺസ്ട്രെയിന്റ് ആഡ് ചെയ്യാനൊക്കെ ഉള്ളത് ചെയ്യുകയൊക്കെ ചെയ്യണത്. അപ്പൊ ഇതിനകത്ത് മെയിൻലി 4 ഫങ്ഷൻസ് ഉണ്ട് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ മെയിൻ ഫങ്ഷൻസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ റോൾ ഓഫ് DBA എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് DBA. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്കീമ ഡെഫിനിഷൻ, സെക്കൻഡ് വൺ സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ, തേർഡ് വൺ സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഗ്രാൻഡിങ് ഓഫ് ഓതറൈസേഷൻ ഫോർ ഡാറ്റ ആക്സസ്. അപ്പൊ 4 ഫങ്ഷൻസ് നമ്മുടെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ട്. ഇത് നിങ്ങൾ എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക, ഫങ്ഷൻസ് ഓഫ് DBA അല്ലെങ്കിൽ റോൾ ഓഫ് DBA എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ സ്കീമ ഡെഫിനിഷൻ. ഈ സ്കീമ എന്നുകൊണ്ട് പറയുന്നത് എന്താണ്? സ്കീമ എന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നമ്മുടെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ. നമ്മളിപ്പോൾ ഒരു കോളേജ് ഡാറ്റാബേസ് എടുത്താൽ ആ കോളേജ് ഡാറ്റാബേസിൽ എന്തൊക്കെ ടേബിൾസ് വേണം അല്ലെങ്കിൽ എന്തൊക്കെ ഡാറ്റയെ കളക്ട് ചെയ്യണം, അതിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ആ ഡാറ്റാബേസിലുള്ള ഡിഫറെന്റ് ടേബിൾസ്, ഓരോ ടേബിളും ഏതൊക്കെ കോളംസ് ഉണ്ട്, ഓരോ കോളത്തിന്റെയും ഡാറ്റ ടൈപ്പ് എന്താണ്, ഡിഫറെന്റ് കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഒറിജിനൽ ഡാറ്റാബേസിന്റെ സ്കീമ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്വറി ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. അതിനാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ്. ഇപ്പൊ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് ആ ഡാറ്റാബേസിന്റെ ഒറിജിനൽ ഡാറ്റയുടെ ഫിസിക്കൽ സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഓർഗനൈസേഷൻ, അതായത് ഡാറ്റ എത്ര മെമ്മറി എടുക്കണം, എത്ര ബ്ലോക്കാണ്, എത്രയാണ് അതിന്റെ ഇൻഡെക്സസ്, ഏത് ആക്സസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അതിനെ ആക്സസ് ചെയ്യേണ്ടത്, അതായത് ഇന്റേണൽ സ്പെസിഫിക്കേഷൻസും അല്ലെങ്കിൽ ഇന്റേണൽ ഡെഫിനിഷൻസും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ആളാരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻസ്. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറെ ടേബിൾസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു, നമ്മളത് കൂടെ അത് ചേഞ്ച് ചെയ്യണില്ല. അത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് വരുമ്പോൾ ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും. ആ സമയത്തും ആരാണ് അതിന്റെ മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റി? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മുടെ സ്കീമയിലോ ഫിസിക്കൽ ഓർഗനൈസേഷനിലോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡാറ്റാബേസ് ആണോ ക്രിയേറ്റ് ചെയ്യണത് അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിൽ ആവശ്യമായിട്ട് വന്നാൽ അത് ഫുൾ റെസ്പോൺസിബിൾ ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആളാണ്. ദെൻ ലാസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഗ്രാൻഡിങ് ഓഫ് ഓതറൈസേഷൻ ഫോർ ഡാറ്റ ആക്സസ്. ഇതിനകത്ത് ഡാറ്റാബേസിലുള്ള ഡാറ്റ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് അതിന്റെ ഓതറൈസേഷൻ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതായത് ഓരോ യൂസർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ആ യൂസർ ഗ്രൂപ്പിന് ഓരോരോ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ഈ നാല് റോൾസ് ആണ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന് ഉള്ളത്. ഫസ്റ്റ് വൺ സ്കീമ ഡെഫിനിഷൻ, സെക്കൻഡ് വൺ സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ആക്സസ് മെത്തേഡ് ഡെഫിനിഷൻ, മൂന്നാമത്തത് സ്കീമ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷൻ മോഡിഫിക്കേഷൻ, പിന്നെ ലാസ്റ്റ് വൺ ഗ്രാൻഡിങ് ഓഫ് ഓതറൈസേഷൻ ഫോർ ഡാറ്റ ആക്സസ്. ഈ 4 പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് 2
ടേംസ്, അതായത് ഇതെല്ലാം ഡാറ്റാബേസിന്റെ ഒരു എന്താണ് ഇനീഷ്യൽ കോൺസെപ്റ്റ് പറയുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പൊ അതിനകത്ത് ഡാറ്റാബേസിന്റെ പല ആസ്പെക്ട്സിൽ ഓരോന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഇതിനകത്ത് ആക്ടേഴ്സ് ഓൺ ദ സ്ക്രീനും പറയുന്നുണ്ട്, ആക്ടേഴ്സ് ബിഹൈൻഡ് ദ സീനും പറയുന്നുണ്ട്. ഈ രണ്ട് ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡേ ടു ഡേ യൂസേജ് ഉള്ള ആൾക്കാരും ഉണ്ട്, വല്ലപ്പോഴും ആ ഡാറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളൊരു ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അതിനെ മൗണ്ട് ചെയ്ത് പോപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാറ്റഗറി ഓഫ് യൂസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഡാറ്റാബേസ് യൂസേഴ്സും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സും. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ യൂസേഴ്സിനെ തന്നെ ആക്ടേഴ്സ് ഓൺ ദ സ്ക്രീനും ആക്ടേഴ്സ് ബിഹൈൻഡ് ദ സീൻ എന്നുള്ള രണ്ട് കോൺസെപ്റ്റ് വെച്ച് നമുക്ക് അവരെയും ഡിവൈഡ് ചെയ്യാം. ആക്ടേഴ്സ് ഓൺ ദ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ആ ഡേറ്റാബേസിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ആക്സസ് ഓപ്പറേഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ടേഴ്സ് ഓൺ ദ സീൻ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് അത് ആക്ടേഴ്സ് ഓൺ ദ സീനിൽ വരുന്ന ആൾക്കാരാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അവരെപ്പോഴും ഡാറ്റാബേസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവരെപ്പോഴും എന്താണ് ഡേ ടു ഡേ യൂസേജിലുണ്ട്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഡാറ്റാബേസ് ഡിസൈനേഴ്സും. പിന്നെ എൻഡ് യൂസേഴ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അവരെന്താണ് എപ്പോഴും ഡേ ടു ഡേ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സും അവരും എന്താണ് എപ്പോഴും ഡാറ്റാബേസിനെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. അതുകൂടാതെ വർക്കേഴ്സ് ബിഹൈൻഡ് ദ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഡേ ടു ഡേ യൂസേജ് ഇല്ല ഡാറ്റാബേസിന്, പക്ഷെ അവരെന്താണ് അവര് എപ്പോഴും ഈ ഡാറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഡേ ടു ഡേ യൂസേജ് ഇല്ല, അതായത് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് അല്ല, ഡേറ്റാബേസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ല, അതായത് എന്നും ഡേറ്റാബേസ് യൂസ് ചെയ്യില്ല, പക്ഷെ എന്താണ് അവരെ ഡേറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന വർക്കേഴ്സ് ആണെന്ത്, വർക്കേഴ്സ് ബിഹൈൻഡ് ദ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് സിസ്റ്റം ഡിസൈനേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റേഴ്സ്, ടൂൾ ഡെവലപ്പേഴ്സ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കൺട്രോൾ. അപ്പൊ ഈ അതിനകത്ത് വരുന്ന മൂന്ന് വർക്കേഴ്സ് ആണ് സിസ്റ്റം ഡിസൈനേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റേഴ്സ്. സിസ്റ്റം ഡിസൈനേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഒക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതൊരു ഡിസൈൻ ചെയ്യണം, അത് ഏത് രീതിയിലാണ് അതിന്റെ കണക്ഷൻസ് ഒക്കെ പോകേണ്ടതെന്നുള്ളത് ഡിസൈൻ ചെയ്യണം. അവരപ്പോൾ എന്താണ് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് മൗണ്ട് ചെയ്ത് പോപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ഡാറ്റാബേസായിട്ട് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കില്ല. വൺസ് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ റോള് തീർന്നു. പക്ഷെ അയാൾ എന്താണ് പിന്നെ അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഡാറ്റാബേസ് ഡിസൈനേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് വർക്കേഴ്സ് ബിഹൈൻഡ് ദ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൂൾ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഡേറ്റാബേസ് ആക്സസ് ചെയ്യുന്ന ടൂൾ, അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ പുതിയ ടൂൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ അവരും ഡെയിലി യൂസേജിന് ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യാനുള്ള, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡേറ്റാബേസായിട്ട് കണക്ഷൻ വരുന്ന ആൾക്കാരാണ് വർക്കേഴ്സ് ബിഹൈൻഡ് ദ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് എന്താണ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് പേഴ്സണൽ. ഈ മെയിൻ്റനൻസ് ഒക്കെ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ പേഴ്സണലാണ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡാറ്റാബേസ് യൂസേഴ്സിന്റെ കാറ്റഗറീസും അതിന്റെ ഡിഫറെന്റ് പോയിന്റ്സും. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് യൂസേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അതിനകത്ത് വരുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻസും ആക്ടേഴ്സ് ഓൺ ദ സീനും ബിഹൈൻഡ് ദ സീനും ആയിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം.